ഹായ് എവരി വൺ, എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായി സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എപ്പോഴും പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായി ഇരുന്നെങ്കിലേ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും നെഗറ്റീവായിരിക്കും ജീവിതത്തിലേക്ക് വരിക. നമ്മുടെ ആരും എന്ത് നെഗറ്റീവ് ചെയ്താലും പറഞ്ഞാലും അതിൽ നിന്നെല്ലാം നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് എല്ലാ നെഗറ്റീവ്സിനെയും പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. അവർക്ക് താങ്ക് യു പറയുക. നല്ലത് മാത്രം പറയുന്നതിന് നമ്മളൊന്നും പഠിക്കില്ല. അതുകൊണ്ട് പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ യെസ്റ്റർഡേയ്സ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. യെസ്റ്റർഡേയ്സ് നൈറ്റ് തോട്ട്സ്, പേഴ്സൻ്റെ യെസ്റ്റർഡേയ്സ് നൈറ്റ് തോട്ട്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജി. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 5 ഓഫ് വാണ്ട്സ് വന്നതെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 5 ഓഫ് വാണ്ട്സ് വന്നിട്ടുള്ളത്? 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ഓഫ് വാണ്ട്സും 10 ഓഫ് പെൻറ്റിക്കിളും 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിൽ പറയുന്നത് ആ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അവരെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കീഴ്പ്പെടുത്തി കളഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആക്കി തളർത്തി കളഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെ ഒരു ശത്രുവായി കണ്ടിട്ട് തോൽപ്പിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അവരോട് ശത്രുതയൊന്നും ഉണ്ടാവില്ല. ആ മറ്റുള്ള കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദ്രോഹമൊക്കെ ചെയ്തിട്ട് കീഴ്പ്പെടുത്തി കളഞ്ഞതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ പഠിപ്പ് നിർത്തി പോരേണ്ട അവസ്ഥയാണ്. ചിലർക്ക് ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിർത്തി പോരേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും തരാതെ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തിരുന്നുവെങ്കിൽ, ഫാമിലിക്കാണെങ്കിൽ ജോലിക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും അവരുടെ എല്ലാ കാര്യത്തിലും പ്രയോറിറ്റി കൊടുത്തിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു വിലയും തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങളെ കടന്നു വരണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഫാമിലിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 6 ഓഫ് വാണ്ട് വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 6 ഓഫ് വാണ്ട് വന്നത്? 8 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 6 ഓഫ് വാണ്ടും ഒരു 8 ഓഫ് പെൻറ്റിക്കിളുമാണ്. അപ്പോൾ ഈ പേഴ്സൺ എല്ലാ പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ തളർച്ചയും ഉയർച്ചയും ഇപ്പോൾ ആർക്കും തടയാൻ കഴിയുന്നില്ല. ഇയാൾക്ക് കുറച്ച് പവർ വന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്ത് പൂർണ്ണമായി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനും ആവില്ലെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ഇവരുടെ കരിയറിൽ ഫോക്കസ്ഡ് ആണ്. ഇയാൾക്ക് ഒരുപാട് അംബിഷൻസ് ഉള്ള ആളായിരിക്കാം. ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികൾ അവരുടെ മുന്നിലുണ്ടാകും. അതിലെല്ലാം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ആ ഒരു വില അവർക്ക് അറിയുന്നുണ്ട്, പണത്തിൻ്റെ വില. അതുകൊണ്ട് അതെല്ലാം വേണ്ട രീതിയിൽ, എല്ലാ വഴികളും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 2 ഓഫ് കപ്സ് വന്നതെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 2 ഓഫ് കപ്സ് വന്നിട്ടുള്ളത്? ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നത്. അപ്പോൾ 2 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ അവർക്കിപ്പോൾ നിങ്ങളോട് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് കാണുന്നത്.
അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായി അവരുടെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഒരുപാട് പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്നാണ് കാണുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ബന്ധനത്തിൽ നിന്നൊക്കെ പുറത്ത് കടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന അവർക്ക് പെയിൻ മാത്രമാണ്. പക്ഷേ അവർ കുറച്ച് സമാധാനത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ചേഞ്ച് ആകാൻ പറ്റാത്തത് കൊണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, വലിയ ക്ഷമയോടെ കാത്തിരിക്കാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സണിൽ ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരെ ദൈവം അനുഗ്രഹിച്ച് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതായിട്ടൊക്കെ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അത് നടക്കുമോ ഇല്ലയെന്ന് കൺഫ്യൂഷനിൽ കൊണ്ടെത്തിച്ച കാര്യം അതിന് വളരെയധികം സക്സസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അടുത്തൊരു ക്യൂൻ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾ വന്നതെന്ന് നോക്കാം. 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയിൽ ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയെന്നാണ് കാണുന്നത്. അവരുടെ എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് നടന്നതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് മനസ്സിലായി, അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അവരുടെ എനർജിയിലേക്ക് തന്നെ വന്നതായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവർ പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെയായി. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഒരു കാര്യം ചെയ്തു കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയെന്നാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ പണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ അവർക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതം ജീവിക്കണമെങ്കിൽ പണം വേണം. അപ്പോൾ ആ പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലും ഇപ്പോൾ ചില ആളുകൾക്ക് പണം വന്നു ചേർന്നതായിട്ടും കാണുന്നു. ചില ആളുകൾ പണം ഉണ്ടാക്കുന്നതായിട്ട് കാണും. ചില ആളുകളുടെ കയ്യിൽ ധാരാളം പണം എത്തിച്ചേർന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ അവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വന്തം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ കുറച്ച് ശാന്തമായിരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എല്ലാ കാര്യവും അവരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് എത്തുന്നതായിട്ട് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്ത് വന്നതൊരു മജീഷ്യനാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു മജീഷ്യൻ വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഡെത്ത് കാർഡാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഒരു ഡെത്ത് കാർഡ്, ഒരു മജീഷ്യനും ഒരു ഡെത്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. വേറെ എവിടെ നിന്നും കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും നിങ്ങൾക്ക് ഈ പേഴ്സണ് കിട്ടുന്നതായിട്ട് നിങ്ങളുടെ അടുത്തു നിന്നാണ് കിട്ടുന്നത്. എവിടെ നിന്നും കിട്ടാത്തൊരു സന്തോഷവും സ്വാതന്ത്ര്യവും നിങ്ങളുടെ അടുത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു മാജിക്കൽ ബോണ്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഈ രണ്ടു പേർക്കും അങ്ങനെ തോന്നുന്നു. അപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാമെന്നാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പവറും അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ അയാൾ മുന്നോട്ട് ആയിട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ശക്തിയും പവറൊക്കെ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് കാണുന്നത്. ഇതുവരെ അവരെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരെന്തൊക്കെ കാര്യങ്ങളാണോ അവരിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ കാര്യങ്ങളെല്ലാം അവർ എൻഡാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡെത്ത് കാർഡാണ്. അപ്പോൾ അതെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പുനർജനിക്കും. ഇപ്പോഴുള്ള ഈ പെയിന് ആ പേഴ്സൺ ഹീൽ ചെയ്യുന്നുണ്ടാവും. പാസ്റ്റ് ലൈഫുള്ള ഈ പെയിനും ഹീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവരുടെ ഇടയിലെ കുറേ അധികം നെഗറ്റീവ് കാര്യങ്ങൾ എൻഡാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാം കാര്യങ്ങൾ അവർ ഹീൽ ചെയ്ത് പോക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അവരായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ദൈവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആകാൻ സാധ്യതയുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു സ്ട്രെങ്ത് കാർഡാണ്.
എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് എന്തുകൊണ്ടാണ് ഇതൊക്കെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച്. പിന്നെ സ്ട്രെങ്ത് കാർഡിൽ ഇത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്. അവർക്ക് ഒരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ സ്ട്രെങ്ത്തും പുറത്ത് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ മറ്റുള്ളവർ എത്ര വലുതാണെങ്കിലും അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഈ സ്ട്രെങ്ത്ത് കണ്ടിട്ട് അവർക്ക് മറ്റുള്ളവർക്ക് ഈ പേഴ്സണോട് ഒരു പേടിയും ബഹുമാനമൊക്കെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരെ പറ്റിച്ചവരും ചതിച്ചവരും കൂടെ നിന്ന് വാക്ക് മാറി എല്ലാവരും ഇവരിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ എതിർക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ ആയി വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സ്ട്രെങ്ത്ത് കിട്ടുക, അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ അവരെല്ലാ കാര്യത്തിലും എല്ലാവരെയും വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവരുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെന്താണോ അഫർമേഷൻ ചെയ്തത് അത് അവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് റിലേഷൻഷിപ്പോ ആയിരിക്കും, റിലേഷൻഷിപ്പ് എന്തായാലും വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും അവർക്ക് പവറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സ്വഭാവം ഒന്നുമല്ല അവർക്ക്, ആ ആറ്റിറ്റ്യൂഡൊക്കെ അവർ മാറ്റി. ഇപ്പോൾ അവർക്ക് നല്ല പവർ വരുന്നതായിട്ട് കാണുന്നു, സ്ട്രെങ്ത്ത് വരുന്നതായിട്ട്. അപ്പോൾ അവരെന്താണോ അഫർമേഷൻ ചെയ്തത് അവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ മറ്റുള്ള ആളുകളൊക്കെ അവരെ കൂടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ജോലിക്കുള്ള ഒരു ഓഫറോ മെസ്സേജോ കോളൊക്കെ വരുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വന്നെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളതെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണത്തിന് വേണ്ടി, പണത്തിൻ്റെ മൂല്യം അറിയുന്നത് കൊണ്ട് ആ പണത്തിന് വേണ്ടിയിട്ട് അവരിപ്പം നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ പണം ഉണ്ടാക്കിയിട്ട് നിങ്ങളടുത്തേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു നല്ല ലൈഫിൽ ജീവിക്കാമെന്നാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ റീഡിങ്ങിൽ ഇതൊക്കെയാണുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.